സ്വസ്ഥതക്കേട്. അന്നും അമ്മയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നല്ലേ? ആ, അവൾ ആഗ്രഹിച്ചതുപോലൊരു ജീവിതം കിട്ടാത്തതുകൊണ്ടാവും. കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഒരു കുഞ്ഞിനെയാണല്ലോ, ഇന്ദ്രനെ. അങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാണിച്ച ഭർത്താവിനെ ഒരു ഭാര്യ അംഗീകരിക്കില്ല, വെറുക്കെയുള്ളൂ. എന്നാലും വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവൾ എന്നെ വിട്ടു പോയില്ല. ഇന്ദ്രനെ കൈവിട്ട് കളയുകയും ചെയ്തില്ല. ഇന്ദ്രേട്ടനെ പ്രസവിച്ച ഇന്ദ്രേട്ടന്റെ സ്വന്തം അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അവർ മരിച്ചതിന് ശേഷമാണോ അങ്കിൾ വേറൊരു കല്യാണം കഴിച്ചത്? അതോ അവരിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അയ്യോ, വെള്ളം കുടിക്കും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെങ്കിലല്ലേ? മതി, മോൻ ആഹാരം കഴിക്കും. മതി അങ്കിൾ, ഞാൻ കഴിച്ചു കഴിഞ്ഞു. ഇനി അങ്കിള് കഴിക്കും. ഞാനും മതിയാക്കി. ആ ഇല അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. അയ്യോ, അതൊന്നും വേണ്ട. അവിടെ വയ്ക്കും മോനെ. നീ പോയി കൈ കഴുകിയിട്ട് വാ, ഇത് ഞാനെടുത്ത് മാറ്റിക്കോളാം. സത്യ, ഞാനിപ്പോ വരാവേ. അമ്മയും സോനിയും കുഞ്ഞിന് പോളി കൊടുക്കാൻ പോയിട്ട് ഇതുവരെ വന്നില്ലേ? ആ സത്യ, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിക്കുമായിരുന്നു. അപ്പോൾ അങ്കിളോട് വിശന്നിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ 2 പൊതിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്നു. എടാ, എനിക്കൊരു അബദ്ധം പറ്റി. ശ്യാമമോൾക്ക് പോളിയോ കൊടുക്കാൻ പോവാണെന്ന് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ആ മാരേജ് ഫംഗ്ഷന് പോകാനുള്ള തിരക്കിൽ നിന്നോട് പറയാൻ മറന്നു. അല്ല, മോൾക്ക് പോളിയോ കൊടുക്കേണ്ട ഡേറ്റ് ഇന്നല്ലല്ലോ, നാളെയല്ലേ? ഇനി അത് മാറിയോന്നറിയില്ല. എടാ, എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് അവർ വരേണ്ടതാണല്ലോ. അല്ല, സോന നിന്നെ വിളിച്ചില്ലേ? ഇല്ല, ഞാനിവിടെ വന്ന ശേഷം അങ്ങോട്ട് വിളിച്ചു, അവള് ഫോൺ എടുത്തില്ല. ഇവളിത് എന്ത് പരിപാടിയായി കാണിക്കുന്നേ? വീടിന്റെ താക്കോലൂടെ വെച്ചിട്ടില്ല. എടാ, നീ താക്കോല് നോക്കിയായിരുന്നോ? ഞാനെല്ലാം നോക്കി സത്യ. യോജിപ്പുള്ളവരെ അവഗണിക്കുക, അതെങ്ങനെയൊക്കെയല്ലേ പറ്റൂ. അല്ല, ഇന്ദ്രേട്ടൻ ഊണ് കഴിക്കാൻ വന്നില്ലേ? ഇല്ല, കണ്ടില്ല. ചിലപ്പോ അമ്മ ഇന്ദ്രേട്ടനെ വിളിച്ചു പറഞ്ഞു കാണും. സത്യ, ഇതൊന്നും വലിയ കാര്യമൊക്കെ ഉണ്ട. നമുക്ക് ട്രാവൽസിലേക്ക് പോയാലോ? എന്നാ വാ. ആ ശരി. ചിലപ്പോ അയാൾ ഇവിടെ ഉള്ളതുകൊണ്ടാവും അമ്മ താക്കോൽ വെക്കാതെ പോയത്. ആരുമില്ലാത്തപ്പോ വാതിൽ തുറന്നകത്ത് കയറുമെന്ന് അമ്മയ്ക്ക് തോന്നിക്കാണും. അദ്ദേഹം ഒരു കള്ളനൊന്നുമില്ല സത്യ. ശരിക്കും പറഞ്ഞാൽ ഈ മനുഷ്യനിപ്പോൾ ഈ വീടിൻ്റെ കാവൽക്കാരനാണ്. ഒരു
സെക്യൂരിറ്റിക്കാരന് കൊടുക്കുന്ന മര്യാദയെങ്കിലും അദ്ദേഹത്തിനും കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.